നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്ത് ചെങ്കൊടി പാറിയത് വെറും അധികാരത്തിന്റെ കൊടുമുടിയിലല്ല, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. തൊഴിലാളികളുടെ അവകാശം മുതൽ ഭൂപരിഷ്കരണം വരെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മായാത്ത അടയാളമുണ്ട്. എന്നാൽ ഇന്ന് അതേ പ്രസ്ഥാനം സ്വന്തം പ്രവർത്തകരുടെ ആത്മപരിശോധനയ്ക്കും സംഘടനാപരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറുകയാണ്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ പുറത്തുവരുന്ന ആഭ്യന്തര വിലയിരുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു ശേഷം ഇടതുമുന്നണിക്കുള്ളിൽ ആരംഭിച്ച അവലോകന ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. കുറഞ്ഞ പോളിംഗ് ശതമാനം, പരമ്പരാഗത വോട്ടർമാരുടെ നിഷ്ക്രിയത, സംഘടനാ തലത്തിലെ പ്രവർത്തന ദൗർബല്യം തുടങ്ങിയ വിഷയങ്ങൾ വിവിധ പാർട്ടി ഘടകങ്ങളിൽ ചർച്ചയായതായി റിപ്പോർട്ടുകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോളിംഗ് കുറഞ്ഞതിന് വരെ കാരണം ഇടതുപക്ഷ അനുഭാവികളുടെ മടുപ്പും പ്രതിഷേധവുമാണെന്ന് CPI. അതിന്റെ പേരിൽ ഇടതുപക്ഷത്തുള്ളവർ തന്നെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നെന്നും സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ടിൽ CPI സംശയം പ്രകടിപ്പിച്ചു. SIR ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും ബംഗാളിലും പോളിംഗ് 90% നടന്നപ്പോൾ കേരളത്തിൽ 80-ൽ താഴെയായിരുന്നതിന് കാരണം ഈ താല്പര്യക്കുറവാണ് എന്നാണ് CPI വിലയിരുത്തുന്നത്. പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ക്ഷേമ വികസന നടപടികൾ കൂടാതെ മറ്റെന്തോ കൂടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. പരമ്പരാഗത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തരായിരുന്നില്ല എന്നും ഇത് സൂചിപ്പിക്കുന്നു. അതിനു പുറമെ വിശ്വാസപരവും സാംസ്കാരികവുമായ അവകാശങ്ങൾക്ക് മേലെ ഭൂരിപക്ഷ വർഗീയത കൈവയ്ക്കുമ്പോൾ ആശ്രയം ഇടതുപക്ഷമാണെന്ന് കരുതിപ്പോന്ന ന്യൂനപക്ഷങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടായി. പാർട്ടിക്കോ LDF-നോ അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 10 കൊല്ലത്തെ ഭരണത്തിൽ ജനങ്ങളും മുന്നണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയെടുപ്പം ദുർബലമായി. പാവപ്പെട്ടവർക്ക് ചികിത്സയും മരുന്നും സമയത്തിന് ലഭിച്ചില്ല. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ നടത്തിപ്പും കാര്യക്ഷമമായിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം CPI-യും CPM-ഉം ആരംഭിച്ച ഗൃഹസന്ദർശന പരിപാടി പാതി വഴിയിൽ മുടങ്ങി. ഇടതുപക്ഷത്തിനൊപ്പം നിലകൊണ്ട സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഉയർത്തിയ വിമർശനത്തെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടില്ല. ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ ആശാസമരം തീർക്കണമെന്ന നിലപാട് LDF-നകത്ത് പാർട്ടി ഉയർത്തി. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാനോ പൊതുസമൂഹത്തെ CPI-യുടെ നിലപാട് ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞില്ല. സാമുദായിക പ്രശ്നങ്ങളിൽ ദീർഘവീക്ഷണമില്ലാതെ ഏകപക്ഷീയമായി ഇടപെട്ടതിന്റെ പ്രത്യാഘാതം മുന്നണിയാകെ ഏറ്റെടുക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായി. 10 വർഷം അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ സ്വാഭാവികമായും അസംതൃപ്തി വളർന്നു വരുമെന്ന് മനസ്സിലാക്കി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനായില്ല. പാർലമെന്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ജനവികാരം ഉൾക്കൊണ്ടില്ല. ജനങ്ങൾ പ്രതീക്ഷിച്ച തിരുത്തലുകൾക്ക് മുൻകൈയെടുക്കാൻ സാധിച്ചില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗുരുതര പോരായ്മയുണ്ടായി എന്നിങ്ങനെയുള്ള പോരായ്മകളും പാർട്ടിക്കുള്ളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ അജണ്ട നിർണയിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് മാറിയ സാമൂഹിക സാഹചര്യങ്ങളെയും പുതിയ തലമുറ വോട്ടർമാരുടെ പ്രതീക്ഷകളെയും എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന വെല്ലുവിളി നേരിടുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ, ഭൂസമര, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ പങ്ക് നിർണായകമായിരുന്നു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. എന്നാൽ ചരിത്ര നേട്ടങ്ങൾ മാത്രം ഇന്നത്തെ രാഷ്ട്രീയ വിജയത്തിന് മതിയാകുന്നില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ ഉയരുന്ന പൊതുവിലയിരുത്തൽ. കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നും ഒരു പ്രധാന ശക്തിയാണ്. എന്നാൽ ഓരോ ചരിത്ര പ്രസ്ഥാനത്തിനും കാലാനുസൃതമായ ആത്മപരിശോധനയും സംഘടനാപരമായ നവീകരണവും അനിവാര്യമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന അവലോകന റിപ്പോർട്ടുകൾ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ വിലയിരുത്തൽ മാത്രമല്ല, ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന രേഖകളായും മാറാം. ചരിത്രത്തിലെ ശക്തി വീണ്ടെടുക്കാൻ കഴിയുമോ, അതോ മാറിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് കൂടുതൽ പൊരുത്തപ്പെടേണ്ടി വരുമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരും വർഷങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളായിരിക്കും തീരുമാനിക്കുക. മാറാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ ഇനി ഈ പാർട്ടിക്ക് ആയുസ്സില്ല എന്ന് ഉറപ്പാണ്.